ഒരു വീഡിയോ ക്ലിപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ട്രിബ്യൂട്ട് ടു OMV ആൻഡ് SPV ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു 5 minutes ക്ലിപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് അത് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആളെ ക്ലിപ്പിന് ശേഷം ഞങ്ങൾ പരിചയപ്പെടുത്താം. അപ്പോൾ ക്ലിപ്പിലേക്ക് ഓഫ് കോഴ്സ്. സംഗീതോത്സവം സീസൺ 9 മലയാള ചലച്ചിത്ര പിന്നണി ഗാനശാഖയിലെ മൺമറഞ്ഞു പോയ അനശ്വര കലാകാരന്മാർക്ക് ഒരു സ്മരണാഞ്ജലി. മലയാള ചലച്ചിത്ര സംഗീതശാഖ പിറവിയെടുത്ത കാലം മുതൽ പ്രതിഭാധനരായ നിരവധി കലാകാരന്മാരാൽ അനുഗ്രഹീതമാണ്. ഓരോരോ കാലഘട്ടത്തിലും മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എന്നും അതിന്റെ ലളിതവും കാവ്യാത്മകവുമായ വരികൾ കൊണ്ടും ശ്രുതിമധുരമായ ആലാപനവും അവയ്ക്കെല്ലാമുപരി ഭാവസമ്പുഷ്ടമായ സംഗീതത്താലും സമ്പന്നമായിരുന്നു എന്നും. മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ സുവർണകാലം എന്നറിയപ്പെടുന്ന 1960 മുതൽ 1980 വരെ കാലഘട്ടത്തിനെ ധന്യമാക്കിയ വയലാർ, MS ബാബുരാജ്, ദക്ഷിണാമൂർത്തി, G ദേവരാജൻ തുടങ്ങിയ മഹാപ്രതിഭകൾക്ക് ശേഷവും മലയാള സംഗീതശാഖ പിന്നീട് വേറിട്ടൊരു സ്വരരാഗ ഗംഗാ പ്രവാഹത്തിലേക്ക് ഒഴുകാൻ കാരണമായത് തുടർന്ന് വന്ന അതുല്യ പ്രതിഭകളായ സംഗീതജ്ഞരായിരുന്നു. രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ തുടങ്ങിയവരുടെ 80-90 കാലഘട്ടത്തിലെ പാട്ടുകൾ ഇന്നും ഒരു നോസ്റ്റാൾജിയോടെ മൂളാത്ത മലയാളികളില്ലെന്ന് തന്നെ പറയാം. ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ്, ഔസേ പച്ചൻ തുടങ്ങിയ അതുല്യ സംഗീത സംവിധായകരുടെ ആ കാലഘട്ടത്തിൽ തന്നെ വലിയ ശബ്ദഘോഷങ്ങളൊന്നുമില്ലാതെ വന്ന് ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പയ്യെ പയ്യെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മറ്റൊരു സംഗീതജ്ഞനുമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. SP വെങ്കിടേഷ്. 1955 തമിഴ്നാട്ടിൽ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച SP ഗിറ്റാറിസ്റ്റായി സിനിമയിൽ തുടക്കം കുറിച്ചു. പിന്നീട് പശ്ചാത്തല സംഗീത സംവിധായകയാനായി മലയാള സിനിമയിലേക്ക് വന്നു. 1986 ഇറങ്ങിയ രാജാവിന്റെ മകന് സംഗീതമൊരുക്കി തമ്പി കണ്ണന്താനം, ഡെന്നീസ് ജോസഫ് കൂട്ടുകെട്ടിലൂടെ മലയാളത്തിലേക്ക് സ്വതന്ത്ര സംഗീത സംവിധായകനായ SP പിന്നീട് നിരവധിയായ സിനിമകൾക്ക് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കി സംഗീത രാജ എന്നറിയപ്പെടുന്ന നിലയിലേക്ക് രാജാവിന്റെ മകൻ, ജോണി വാക്കാർ, ധ്രുവം, കൗരവർ, വാത്സല്യം, പൈതൃകം, തുടർക്കഥ, നാടോടി, കിലുക്കം, മിന്നാരം, സ്ഫടികം, മാന്ത്രികം തുടങ്ങി അനവധിയായ ഹിറ്റ് ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്ത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകരുടെ നിരയിലേക്ക് SPയും അനായാസേന ഇടം പിടിച്ചു. താമരപ്പൂ വരുമ്പായി നല്ല തങ്കക്കിനാവൊളിയായി വരദക്ഷിണ വയ്ക്കാം. കറുകവയൽ കുരുവി, മുറിവാളൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, തളിർ വെറ്റിലയുണ്ടോ. ദൂരെ ദൂരെ പാറും വാനം പാടി പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ, പാടി 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 പോകും വാനം പാടി താഴെ താഴെ. മലയാളികളുടെ ഗൃഹാതുരത്വ ഓർമ്മകളെ എന്നും ഉണർത്തുന്ന ഒരു പിടി നല്ല ഗാനങ്ങളും
പശ്ചാത്തല സംഗീതവും സമ്മാനിച്ച സംഗീതരാജ ശ്രീ SP വെങ്കിടേഷ് ഈ കഴിഞ്ഞ മാസം 2026 ഫെബ്രുവരി 3 ചെന്നൈയിൽ വച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മലയാള ചലച്ചിത്ര മേഖലയ്ക്കും ഗാനശാഖയ്ക്കും നഷ്ടപ്പെടുന്ന നിരവധിയായ പ്രതിഭകളിൽ ഒരാൾ കൂടി. കാലമെത്ര കഴിഞ്ഞാലും മലയാളികളും മലയാള ഗാനങ്ങളും ഉള്ളിടത്തോളം കാലം കേട്ടുകൊണ്ടേയിരിക്കപ്പെടുന്നതായിരിക്കും SP-യുടെ പാട്ടുകൾ. ആ പാട്ടുകൾക്ക് ഒരു പറഞ്ഞറിയിക്കാനാകാത്ത, പക്ഷേ അനുഭവിച്ചറിയാൻ മാത്രം പറ്റുന്ന ഒരു താളമുണ്ട്, ലയമുണ്ട്, വശ്യതയുണ്ട്. ഒപ്പം ഇന്നത്തെ കാലത്ത് നാം അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മളെയാ 90കളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചെറു നോവുണർത്തുന്ന നോസ്റ്റാൾജിയകളുടെ വേലിയേറ്റമുണ്ട്. സംഗീതോത്സവം അതിന്റെ തുടക്കം മുതൽ ഓർമ്മിക്കുന്ന, ആദരിക്കുന്ന മഹാപ്രതിഭയാണ് മലയാളത്തിന്റെ പ്രിയ ഗുരു കവി ശ്രീ ONV കുറുപ്പ്. SP വെങ്കിടേഷും ശ്രീ ONVയും ഒരുപാട് സിനിമകൾക്കും സംഗീതത്തിനുമായി ഒരുമിച്ചിരുന്നു 80-90കളിൽ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും. തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ മരിച്ച്, പക്ഷെ ഇടയ്ക്കുള്ള സാർത്ഥകമായ ആ നീണ്ട കലാജീവിതകാലം മുഴുവനും തന്നെയും മലയാളികൾക്കും മലയാള സംഗീതത്തിനുമായി മാറ്റിവെച്ച മഹാപ്രതിഭ ശ്രീ SP വെങ്കിടേഷിനും മലയാളത്തിന്റെ സ്വന്തം ഗുരുനാഥൻ മഹാകവി ശ്രീ ONV കുറുപ്പിനും 7 ബീറ്റ് സംഗീതോത്സവത്തിന്റെ സ്മരണാജ്ഞലി. ഈ ആകാശങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ലോകമോ സ്വർഗമോ ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെല്ലാം അവിടെ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ എന്തുകൊണ്ടും ആ ലോകം തീർച്ചയായും അത്യധികം പ്രതിഭാസമ്പന്നവും സംഗീതാത്മകവും സന്തോഷം നിറഞ്ഞതുമായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. That was a beautiful tribute. അത് നമുക്ക് വേണ്ടി ചെയ്ത സിജോ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു understanding. Sijo, please come on to stage for all the effort that you have done. കുറച്ചുകൂടി നേരത്തെ. Oh, Sijo, I know you actually. Nice to meet you. ഇപ്പോഴാണ് വിളിച്ചതാണ് ഞാൻ കണ്ടത്. Okay. വൈഫ് ഉണ്ടോ ഇവിടെ? ഇല്ല. Okay. Say a big thanks to her on our behalf. മനോജ് ചേട്ടനാണ് മൊമെന്റോ കൊടുക്കുന്നത് സിജോന്. ഓടി വരും എന്നേട്ടാ. Thank you. Thank you for your effort. സിജോ ഇതുപോലെ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. So as a Malayali or a new venture, whatever you have, if you need any support in graphics and promotion, Sijo and his wife, they are the people you should contact.